പുറത്ത് സാറിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സാറ് പുറത്ത് വന്ന് അവരെ ഒന്ന് കണ്ടാല്. മീഡിയ എത്തിയിട്ടുണ്ടോ? മീഡിയക്കാര് രാവിലെ തൊട്ട് ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് സാർ. ആരാ ഇത്? വരൂ. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ വർമ്മ. താങ്ക് യു. അതിനിതുവരെ റിസൾട്ട് വന്നില്ലല്ലോ. ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടായിട്ടും റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കൽ ക്ഷമയൊന്നും എനിക്കില്ല വർമ്മേ. അതിങ്ങെടുക്ക്. ദീപകെ, ഒരു പിക്ക് എടുത്ത് തന്നെ. വർമ്മേ, ഞാൻ പറഞ്ഞു വന്നതേ. വർമ്മ സാറേ, വോട്ടെണ്ണല് കഴിഞ്ഞു. സാറ് ജയിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ ഇരട്ടി ഭൂരിപക്ഷമാ. ഓ, അവന്മാരോട് പടക്കം പൊട്ടിക്കാൻ പറയും. പറയാം. പറയടോ. മോനെ പ്രതാപ, ചേച്ചിക്ക് സന്തോഷമായി. സിബി, ഈ പടക്കം പൊട്ടിക്കലിന്റെ ആവശ്യമൊന്നുമില്ല. ദിവ്യയും കുഞ്ഞും ഉള്ളല്ലേ. പ്രതാപ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാനിപ്പോ വരാം. ക്ലബിലെ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കണം. കനകലതേ, ഇരിക്കൂ കേട്ടോ, ഞാനിപ്പോ വരാം. ശരി. CM ആണല്ലോ. താഴെ സംസാരിക്കടോ. ഹലോ. ചന്ദ്രേട്ടാ, നമസ്കാരം. CUI-യുടെ ശക്തനായ നേതാവ് പ്രതാപ വർമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. ചന്ദ്രേട്ടാ, എന്തിനാ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഭംഗി വാക്കുകളും പ്രശംസയൊക്കെ? അത് വേണമല്ലോ വർമ്മേ. അർഹതയുള്ളവർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തേ മതിയാകും. അതാണ് അതിന്റെ രീതിയെന്ന് തനിക്കറിയാമല്ലോ. അറിയാം ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ ഇത്രയും വലിയ വാക്കുകൾ പറയുമ്പോ അതിന്റെ പിന്നിലെന്തോ വലിയ കാരണമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അത് സത്യമാണ്. തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കാൻഡിഡേറ്റ് താനാണ്. ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള ആ സ്വീകാര്യതയ്ക്ക് തക്കതായ ഒരു സ്ഥാനം തന്നെ തനിക്ക് നിയമസഭയിൽ ലഭിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു. ചന്ദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ നിയമിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏയ്, അതെങ്ങനെ ശരിയാവും ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടനെ പോലെ ഒരു മുതിർന്ന നേതാവുള്ളപ്പോ ഞാൻ എങ്ങനെ CM ആവുന്നേ? ഏയ്, അത് ശരിയാവില്ല. പ്രായത്തിലോ പ്രവൃത്തി പരിചയത്തിലോ അല്ല കാമ്പുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾക്കിപ്പോ തന്നെയാണ് ആവശ്യം. അവർക്ക് വേണ്ടി താനാവണം അടുത്ത CM. ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി. എന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചിട്ട് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനാ ചന്ദ്രേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പ്. എന്റെ ഗുരുസ്ഥാനീയനായ ചന്ദ്രേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷയായിട്ട് മാത്രമല്ല, ചന്ദ്രേട്ടൻ എന്നെ സ്തുതിച്ചു പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കാൻഡിഡേറ്റ് എന്ന രീതിയിലും പാർട്ടി അനുഭാവി എന്ന രീതിയിലും
എന്റെ തീരുമാനം ഞാൻ പറയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഞങ്ങളുടെയൊക്കെ തലവനായി ഒരു മികച്ച ഭരണം കേരള ജനതയ്ക്ക് നൽകിയ ചന്ദ്രേട്ടൻ തന്നെ ആയിരിക്കണം കേരളത്തിന്റെ അടുത്ത CM. ചന്ദ്രേട്ടൻ കൈകാര്യം ചെയ്യായിരുന്ന ആരോഗ്യവകുപ്പ് ഞാൻ ഏറ്റെടുത്തോളാം. എടോ വർമ്മ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. ഒരു വീട്ടില് മുതിർന്നവരുള്ളപ്പോ അവർക്ക് മുന്നിൽ കാലിന് മുകളിൽ കാലെടുത്ത് വെച്ച് ഇരിക്കരുതെന്നാണ് എന്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? ഞാൻ വീട്ടിലേക്ക് വന്ന് ചേട്ടന് നേരിട്ട് കണ്ടോളാം. ഇന്ന് തന്നെ വരാം. ശരി, ഓക്കെ. ശരി ഏട്ടാ. എന്നാലും പ്രതാപ, ഈ CM പദവിയൊക്കെ വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കിനിയും സമയമുണ്ടല്ലോ സാഗരാജ. റോഹ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് വർമ്മയുടെ ഗ്രേറ്റ്നസ്. ഏയ്, അതെനിക്ക് മനസ്സിലായ അച്ഛാ. ആ, ശ്രുതിക വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻസ് അച്ഛാ. താങ്ക് യു. അച്ഛൻ ജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ ജയിക്കണേന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏയ്, എന്താ മോളെ, എന്തിനാ കരയുന്നേ? മോൾ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? അച്ഛൻ ജയിച്ചതില് മോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഉം. ഇനി വിഷമിക്കല്ലേ? അത് മോളുടെ സന്തോഷം കൊണ്ടായിരിക്കും. മോളിങ്ങി വാ. ചെല്ലേ. ശ്രുതിക കരയണ്ട, കണ്ണുടച്ചേ. തന്റെ ചിരിക്കുന്ന മുഖം കാണാനാ ഏറ്റവും ഭംഗി. ഞാൻ നഗതുട്ടില്ലേ? ചെല അവനെ ഇന്ന് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യണം. സർ, സർ എല്ലാവർക്കും കൊടുക്കാം. സർ, സ്വീറ്റ്സ് എടുക്ക. രാജു, എന്റെ വിജയത്തിന്റെ പാതി ക്രെഡിറ്റ് ജനങ്ങൾക്കുള്ളതാ. ബാക്കി പകുതി എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്ന നിനക്കുള്ളതാ. വർമ്മ സാറേ, ഞാനൊരു ജോലിക്കാരൻ മാത്രം. സാറിന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു മാത്രം. സാറിന്റെ സത്യസന്ധതയും നല്ല മനസ്സും കൊണ്ടാ സാറിന് ജനങ്ങളുടെ ഇടയില് നല്ല സ്വീകാര്യത ഉണ്ടായതും. സാറ് ഇക്കാലം അത്രയും അവരുടെ പ്രിയ നേതാവായി മാറിയതും. കഴിക്കേ.
പുറത്ത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? ഉം. നീയാണോ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്? അതെ സർ, സാർ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. സർ, നമ്മുടെ വിജയാഘോഷ വാഹനം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും. സാറിന് വരണം. അതിനെന്താ? ആ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാഘോഷവും വേണ്ട. ഏയ് ഇല്ല സർ, ഞാൻ അണികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാഗരാജന് അറിയാലോ, രാജുവിന്റെ PA. അതിലുപരി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. രാജുവിനെ എനിക്കറിയാം. പ്രതാപേട്ട, ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാ ഞങ്ങള് വന്നത്. ദൈവമേ, വിവാഹകാര്യാണോ? മോൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ പോലെ. പെട്ടെന്ന് വിവാഹകാര്യം പറയാൻ വന്നതാണെന്ന് വിചാരിച്ചു. റോഹ, നീ തന്നെ അങ്കിളിനോട് കാര്യം പറ. അങ്കിളിനെ ക്ഷണിക്ക്. അങ്കിൾ, എന്റെ ബർത്ത്ഡേ നാളെയാണ്. ഓ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു അങ്കിൾ. റോഹൻ സർ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ആ ഋതിക, റോഹന വിഷേ. രോഹൻ, ബർത്ത്ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. എന്റെ പിറന്നാള് ഇക്കഴിഞ്ഞ 3 വർഷമായിട്ട് അങ്ങനെ ആഘോഷിക്കില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ചേരുമ്പോ അവർ ചോദിക്കുമ്പോൾ ഒരു പാർട്ടി കൊടുക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പക്ഷേ ഇത്തവണ ഇവന്റെ പിറന്നാള് അങ്ങനെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം. കാരണം വർഷങ്ങളായിട്ട് വിവാഹം കഴിക്കണമെന്ന് പറയുന്ന ഞങ്ങളുടെ ആഗ്രഹം ഇവൻ ഈ യാതൊരു മനസാക്ഷിയുമില്ലാതെ തള്ളി കൊണ്ടുപോവാ. പക്ഷേ ഇവിടെ വച്ച് ഋതികമോളെ കണ്ടപ്പോഴാ അവന്റെ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടായേ. അപ്പോ അങ്ങനൊരു സന്തോഷകരമായ പിറന്നാളായതുകൊണ്ട് ഇത്തവണത്തെ റോഹന്റെ പിറന്നാള് ഞങ്ങൾ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം. അതിനെന്താ, ഇത്തവണത്തെ പിറന്നാളാഘോഷം നമുക്ക് ഗംഭീരമാക്കാം. ഞാൻ കുറച്ച് തിരക്കില്ല, എങ്കിലും തീർച്ചയായും തിരിയും. താങ്ക് യു. രാജു, ബർത്ത്ഡേ ഫംഗ്ഷനിൽ രാജു ഉണ്ടാവണോ? അയ്യോ സാറേ, ഞാനെങ്ങനെയാ? അതെന്താ രാജു, തനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? വർമ്മയങ്ങളുടെ വേണ്ടപ്പെട്ട ആളല്ലേ താൻ, അപ്പൊ താനില്ലാതെ എങ്ങനെയാ? ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവൻ കുറച്ച് മടിയുള്ള കൂടുതലാ. സാരമില്ല, ഞാൻ പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടുവരാം. ശരി അങ്ങളെ. എങ്കിൽ എനിക്ക് ഋതികമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങളൊന്ന് മോളുടെ റൂം വരെ പോയിട്ട് വരാം. അതിനെന്താ? ഋതുമോളെ, ആന്റി മോളുടെ റൂമൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിനെന്താ ആന്റി? ആന്റി വരൂ. ഈശ്വര, അംബികേച്ചി പറഞ്ഞ പോലെ പ്രതാപേട്ടന് ഇലക്ഷന് തോൽവി ഉണ്ടാവില്ലേ? അദ്ദേഹം നാടിനും ജനങ്ങൾക്കും ചെയ്ത നന്മയുടെ ബല ഇത്രയും കാലം തോൽക്കാതെ ഈ നിലയിൽ വരെ എത്തിയത്. അതിനൊരു കളങ്കം ഉണ്ടാവരുതേ. ആ മച്ചാനെ, എന്താ റിസൾട്ട് ഒക്കെ വന്നോ? നമ്മുടെ ആള് ജയിച്ചോ?
എടാ ഈ പ്രാവശ്യം വർമ്മ സാർ ജയിച്ചു കഴിഞ്ഞാ നിനക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്താകുമെന്നറിയാലോ. ഒന്നാമതേ നാട്ടിൽ അക്രമത്തിന്റെ അനീതിക്കും എതിരാണ് വർമ്മ സാറിന്റെ നടപടികളൊക്കെ. അതുകൊണ്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് ജയപാൽ സാർ ജയിച്ചില്ലെങ്കിൽ നമ്മൾ പെടും. ഇത്തവണ നമ്മളെല്ലാരും ഗുഡാ ലിസ്റ്റിലാണ്. അതുമാത്രമല്ല, വർമ്മ സാറിന്റെ സ്വഭാവത്തിന് അങ്ങനെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വരെ ഇടും. റിസൾട്ട് ആയില്ലേ? വോട്ടെണ്ണി തീർന്നില്ലായിരുന്നു. നീ ഒന്നുകൂടെ നോക്കടാ. എന്താ വർമ്മ സാർ ജയിച്ചോ? വമ്പിച്ച ഭൂരിപക്ഷമാണെന്നോ? ദൈവമേ, നമ്മളെല്ലാം ഇനി പെടും. നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ശരിടാ, ഞാൻ നിന്നെ വിളിക്കാം. പഴയതുപോലല്ല, എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. രാജുനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ സ്നേഹം എന്താ രാജു മനസ്സിലാക്കാത്ത? മാഡം, മാഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. രാജുവിന്റെ ഒരു മാനസികാവസ്ഥ, രാജു കുറച്ചൊക്കെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം. എപ്പോഴും ഇങ്ങനെ ഗുരുഭക്തിയും ആദർശങ്ങളും മാത്രം വെച്ചുകൊണ്ട് ജീവിച്ച അത് ജീവിതമാവില്ല. രാജുവിന് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. രാജുവിന്റെ ജീവിതത്തില് ഒരു പെണ്ണ് വേണം. രാജുവിന് ജീവിക്കണ്ടേ? രാജു ഇനി എന്നാ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നേ? മാഡത്തിന് അറിയാലോ, എനിക്കങ്ങനെ സ്വന്തം ജീവിതമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ അനുജത്തി ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഇനി അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ പഠനകാര്യത്തിന് എന്തെങ്കിലും സേവിങ്സ് എനിക്കുണ്ടാക്കണം. അതല്ലാതെ ഇപ്പോ രാജുവിന് എപ്പോഴും ഈ പ്രാരാബ്ദത്തിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം രാജു. രാജു എന്നെ കെട്ടിക്കഴിഞ്ഞ ഈ വീട്ടിലെ സ്വത്തൊക്കെ രാജുവിന് കിട്ടില്ലേ? മാഡം, ഇതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഈ സ്വത്തെല്ലാം ആഗ്രഹിച്ചാണ് മാഡത്തെ പ്രണയിക്കുന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അത് പാടില്ല മാഡം. ഇങ്ങനൊരു വലിയ വീട്ടിൽ ജനിച്ചത് എന്റെ തെറ്റാണോ രാജു? രാജു ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മകളായി പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാനൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഇങ്ങനെ ഇമോഷണൽ ആയിട്ടൊന്നും പറയല്ലേ മാഡം. നമ്മുടെ ജനനം, പിറവി, ഇതൊക്കെ ദൈവം മുന്നേ തീരുമാനിച്ച കാര്യ. രാജു, ഈ ഉപദേശവും ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വേറൊരുത്തം വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ടോർച്ചറിങ് അവൻ ചെയ്യാൻ പോകുന്ന എന്തോ. ഓൾറെഡി അവൻ എന്നെ ടോർച്ചർ ചെയ്യുക. അവന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അവിടെ വെച്ചെങ്ങാനും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന എന്റെ പേടി. ഇനി മോതിരമായിട്ട് നിന്നോണ്ട് വിൽ യു മാരി മീ എന്നങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? മാഡത്തിന്റെ മനസ്സിൽ എന്താന്ന് പറയണം? എന്റെ മനസ്സിൽ എന്താണെന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയൊന്നുമില്ല. ആ റോഹനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവനത് മനസ്സിലാക്കാൻ പോകുന്നുമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വിൽ യു മാരി മീന്ന് പിന്നെയും ചോദിക്കും. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല രാജു. എനിക്കും അറിയില്ല മാഡം എന്താ ചെയ്യേണ്ടതെന്ന്. രാജുന്റെ അടിയൊരു കുറവാ. രാജുന്റെ അച്ഛൻ തരാത്തതാ രാജുന്റെ ഏറ്റവും വലിയ പ്രശ്നം. രാജു ഒരു കാര്യം ചെയ്, ഞാൻ രാജുവിന്റെ വീട്ടിൽ വരാം. എന്നിട്ട് ഞാൻ രാധമ്മയോടും വേണുവങ്കളിനോടും ഈ കാര്യം സംസാരിക്കാം. അവരെന്തായാലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. മാഡം, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു തവണ മാഡം എന്റെ വീട്ടിലേക്ക് വന്നതിന് തന്നെ അംബിക മാഡം ദീപക്കും വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഒരു അംബിക മാഡം ദീപക് സാറും പതുക്കെ ദൈവേത് അവരുടെ കാര്യം എന്നോട് പറയല്ലേ. അവരുടെ രണ്ടുപേരുടെ കാര്യവും ആ റോഹന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ തല പൊട്ടി തെറിക്കുക. എങ്കിലും കുറച്ചെങ്കിലും സമാധാനം വേണമെങ്കിൽ എനിക്ക് രാധമ്മയെ വേണുവെങ്കിലും കാണണം. അളിയനും ചേച്ചിയും അളിയന്റെയും ചേച്ചിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. മാഡം ടെൻഷൻ ആവാതിരിക്കെ.
ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ബൈക്ക് എടുത്തിട്ട് ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡത്തിന് അങ്ങോട്ട് വരാമോ? ഹോ, ഇത്രയെങ്കിലും ധൈര്യം രാജുവിന് ഉണ്ടായല്ലോ. ഞാൻ വരാം. രാജു പോ. എനിക്ക് എത്രയും പെട്ടെന്ന് രാധമ്മയും വേണുവെങ്കിലും കാണണം. ശരി മാഡം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇറങ്ങി വരാൻ. ആരെങ്കിലും എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാ മാഡം പറയണം അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ആപ്ലിക്കേഷൻ മേടിക്കാൻ പോവുന്ന. എന്നാ മാഡം ദീപക്കിനോടാണ് പറയുന്നതെങ്കിൽ സൂക്ഷിച്ചു വേണം പറയാൻ. പുറത്ത് ഫ്രണ്ട് വെയിറ്റിംഗിലാണെന്ന് പറയണം. കൂടാതെ എനിക്കൊരു സിഗ്നലും തരണം. അഥവാ ദീപക്ക് മാഡത്തിന്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാലോ. എന്റെ പൊന്നു രാജു, രാജു ഒന്ന് പോവാമോ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ മാഡം. എന്റെ ദൈവമേ, ഈ രാജുവിന് കുറച്ചെങ്കിലും ധൈര്യം കൊടുക്കണേ. ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രതികരിക്കാനുള്ള ധൈര്യം രാജുവിന് ആകെപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുക. രാജുവിന് അതിനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ.